ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഉളുക്ക്, ചതവ്, നീര് ഇതിനെല്ലാം നമ്മളൊരു സൂപ്പർ റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ശക്തമായിട്ടുള്ള നടുവേദന, നടുവ് മിന്നൽ, അതുപോലെ നടുവിലക്കം, ആമവാദം, സന്ധിവാദം, അതുപോലെ ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന നടുവേദന ഇതെല്ലാം എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ആയുർവേദിക് ഓയിലാണ് നമ്മൾ സിമ്പിളായിട്ട് ഇവിടെ തയ്യാറാക്കുന്നത് കേട്ടോ. അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാം പറമ്പിലൊക്കെ കാണുന്ന കരിനെച്ചി എന്ന് പറയുന്ന ഔഷധ സസ്യത്തിൻ്റെ ഇലയാണ്. ഇതിൻ്റെ പ്രാധാന്യം പലരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇലയുടെ പ്രത്യേകിച്ച് കിളുന്തലയുടെ ബാക്ക് സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പർപ്പിൾ കളറിന് വയലറ്റ് നിറമായിരിക്കും ഇതിന്. ഇപ്പോൾ ഇത് വീട്ടിലില്ലെങ്കിൽ അടുത്തുള്ള പറമ്പിൽ നിന്നൊക്കെ നമുക്കിത് കുറച്ച് ഇല കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓയിൽ തയ്യാറാക്കാം. എളുപ്പത്തിൽ ഇത് നമുക്ക് നട്ടു വളർത്താവുന്ന ഒരു ചെടി തന്നെയാണ് കേട്ടോ. അപ്പോൾ കരിനെച്ചിയുടെ ഇല നമ്മൾ കല്ലിൽ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം വേദനയുള്ള ഭാഗത്ത് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ എത്ര കഠിനമായിട്ടുള്ള വേദനയും മാറാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ തയ്യാറാക്കുന്നത് ഓയിലാണ്, തൈലമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ തൈലമൊക്കെ തയ്യാറാക്കി വെച്ചാലുള്ള ഗുണം നമുക്ക് വേദന വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മളിവിടെ 3 വലിയ തണ്ട് കരിനെച്ചിയുടെ ഇലയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇല ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ചുവട് കട്ടിയുള്ള ഒരു പാത്രമാണ് ഞാനിവിടെ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഓയിലൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഇത്തിരി ചുവട് കട്ടിയുള്ള പാത്രം തന്നെ വെക്കുക. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളിവിടെ ഒഴിക്കുന്നത് ആവണക്കെണ്ണയാണ്, കാസ്റ്റർ ഓയിൽ. അത് തന്നെയാണ് ഉപയോഗിക്കാനായിട്ട് ഈ ഒരു തൈലത്തിന് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ അതില്ലെങ്കിൽ മാത്രം വെളിച്ചെണ്ണ എടുത്താൽ മതി. ബെസ്റ്റായിട്ടുള്ള ഓയിൽ, നല്ല തിക്കായിട്ടുള്ള ഓയിലാണ് ആവണക്കെണ്ണ. അപ്പോൾ ഞാൻ 200 ml ഒരു ബോട്ടിലിൽ നിന്ന് ഒരല്പം യൂസ് ചെയ്തായിരുന്നു, ബാക്കി നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കരിനെച്ചി ഇല അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിറയെ പത പോലെ ഇത് നമുക്ക് ഒരു വെളുത്ത കളറിലൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പൂർണ്ണമായിട്ട് വറ്റി വരുമ്പോഴാണ് നമ്മുടെ ഓയിൽ റെഡിയാകുന്നത് കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, ഇതുപോലെ ധാരാളം ഹോം റെമഡീസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് മറക്കരുതേ. ഇപ്പോൾ നമ്മുടെ കുമിളകളും പതയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇല ഇളക്കുമ്പോൾ നല്ല കിലികിലാ ശബ്ദം കേൾക്കാം, ഇത് തമ്മിൽ മുട്ടിയിട്ട്. അതുപോലെ ഒരു ഇല എടുത്ത് നമ്മളിങ്ങനെ തിരുമ്മിക്കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകുന്ന പരുവത്തിനാകും. അപ്പോൾ നമ്മൾ തീ അങ്ങോട്ട് ഓഫ് ചെയ്തേക്കുക. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഈ ഔഷധ എണ്ണയുടെ ഗുണം കുറയും. അപ്പോൾ എണ്ണയിൽ നിന്ന് നമ്മൾ ഇലകളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമ്മൾ അങ്ങനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇല എണ്ണ വലിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ നമ്മൾ ഇലയൊക്കെ കോരി മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നൊരു ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ചൂടൊക്കെ ആറിയതിന് ശേഷം നമ്മളൊരു കുപ്പിയിലേക്ക് ഇത് ഒഴിച്ച് വെക്കുകയാണ്. കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ടുള്ള ഉണങ്ങിയിട്ടുള്ള കുപ്പിയിൽ വേണം ഒഴിച്ച് വെക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കരിനെച്ചി ഓയിൽ നമുക്ക് നടുവേദന, ഉളുക്ക് എന്നിവയ്ക്കൊക്കെ ബെസ്റ്റായിട്ടുള്ളൊരു ഓയിലാണ്. നടുവേദനയ്ക്ക് കരിനെച്ചി ഇല ഉള്ളിലേക്ക് കഴിക്കുന്ന രീതിയുമുണ്ട് കേട്ടോ. അത് ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമൊക്കെ മാത്രം ഉള്ളിലേക്ക് കഴിക്കാവുള്ളൂ. അപ്പം നടുവേദനയ്ക്ക് നിങ്ങൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു ടിപ്സുകൾ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അത് എനിക്കും വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നടുവേദന ഒരിക്കലെങ്കിലും വന്നിട്ടുള്ളവർ ഈ ഒരു ഓയിൽ തയ്യാറാക്കി വെക്കുക. കാര്യം നടുവേദന വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതൊന്നും ഉണ്ടാക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല. ക്ഷീണവും വേദനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഇപ്പോഴേ ഇതുണ്ടാക്കി വെക്കുക. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെയാണ് വരുന്നത്. എല്ലാവർക്കും നമുക്ക് യൂസ് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു അറിവാണ്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.